ഇനിയൊരു വാഹനാപകടം സംബന്ധിച്ച റിപ്പോർട്ടിലേക്കാണ്. തിരുവനന്തപുരം വട്ടപ്പാറ മരുതൂർ പാലത്തിൽ KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്തേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ലോറിയും ബസ്സും നേർക്കുനേർ ഇടിക്കുകയായിരുന്നു. 20ഓളം പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. വാഹനത്തിൽ കുരുങ്ങിക്കിടന്ന ഡ്രൈവർമാരെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. നിലവിൽ വാഹനം റോഡിൽ നിന്ന് മാറ്റാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. വാഹനാപകടത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആതിര, ലോറിയും അതുപോലെ തന്നെ KSRTC ബസ്സും തമ്മിലാണ് വാഹനാപകടം ഉണ്ടായിരിക്കുന്നത്. എത്രത്തോളം വലിയൊരു അപകടമാണ് അത്? ഈ അപകടം സംഭവിക്കുന്നത് എപ്പോഴാണ്? എങ്ങനെയാണ് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് പോകുന്നത്? അമ്പിളി, ഈ വട്ടപ്പാറ മരുതൂർ പാലത്തിൽ വെച്ചാണ് KSRTC ബസ്സും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച് ഒരു അപകടം ഉണ്ടാകുന്നത്. പുലർച്ചെ രാവിലെ 5:45 ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത്. പത്തനംതിട്ടയിൽ നിന്നും മൂഴിയാറിലേക്ക് പോകുന്ന ബസ്സായിരുന്നു ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ഈ ലോറിയും ബസ്സും പരസ്പരം കൂട്ടിയിടിക്കുകയായിരുന്നു. നേർക്ക് വന്നതിന് ശേഷം കൂട്ടിയിടിക്കുകയായിരുന്നു. നിലവിൽ 20ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ 13 പേർ മെഡിക്കൽ കോളേജിൽ ഇവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ യാത്രക്കാരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ രണ്ട് ഡ്രൈവർമാർക്കും അല്പം ഗുരുതരമായ പരിക്കാണ് ഏറ്റിട്ടുള്ളത്. ഈ രണ്ട് ഡ്രൈവർമാരും ഈ വാഹനത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഫയർഫോഴ്സ് ഇവരെ രക്ഷപ്പെടുത്തി നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഈ പരിക്കേറ്റവരെല്ലാം തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റവരെ ഇപ്പോൾ ആശുപത്രികളിൽ മാറ്റിയിട്ടുണ്ട്. അതിൽ 13 പേരാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഈ ഇരു വണ്ടികളിലെയും ഡ്രൈവർമാർ ഈ വണ്ടിയിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ ഇരു വാഹനങ്ങളും ഈ റോഡിൽ നിന്ന് മാറ്റുവാനുള്ള ശ്രമം ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ ഇത്തരത്തിൽ ഇരു വാഹനങ്ങളും മാറ്റിയതിനു ശേഷം ഗതാഗതം പുനഃക്രമീകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നിലവിൽ ഒരു ആശ്വാസകരമായ വാർത്ത, ഈ യാത്രക്കാരുടെ പരിക്ക് അത്രത്തോളം ഗുരുതരമല്ല എന്നുള്ളതാണ്. പക്ഷേ ഡ്രൈവർമാരുടെ പരിക്ക് അല്പം ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആതിര സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അതായത് രണ്ട് വാഹനങ്ങളുടെയും KSRTC ബസ്സിന്റെയും ലോറിയുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഡ്രൈവർമാരുടെ പരിക്ക് ഗുരുതരമാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകാം. എങ്ങനെയാണ് ഇതിന്റെ പ്രാഥമിക റിപ്പോർട്ട്? എങ്ങനെയാണ് നേർക്കുനേർ ഇടിക്കുന്നത്? എങ്ങനെയാണ് അത് സംബന്ധിച്ച് ഒക്കെ നൽകുന്ന ഒരു വിവരം എങ്ങനെയാണ്? അമ്പിളി, ഈ ഇരു വാഹനങ്ങളും വേഗതയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ നേർക്കുനേർ ഇടിക്കുകയായിരുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പക്ഷേ ഇതിന്റെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്ന കാര്യം സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ വ്യക്തതയില്ല. ഒരു പ്രാഥമികമായ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും അന്വേഷണത്തിന് ശേഷമായിരിക്കും അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഏതായാലും പുറത്തു വരിക. നിലവിൽ ഈ ഇരു വാഹനങ്ങളുടെയും മുൻവശം വലിയ രീതിയിൽ തകർന്നിട്ടുണ്ട്. KSRTC ബസ്സിന്റെയും ലോറിയുടെയും മുൻവശം വലിയ രീതിയിൽ തകർന്നിട്ടുണ്ട്. ഏതായാലും ഈ ഇരു വാഹനങ്ങളിലെയും ഡ്രൈവർമാരുടെ പരിക്ക് ഗുരുതരമാണ്. അവരെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് ഒരു കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക. ആ സമയത്തായിരിക്കും വ്യക്തമായുള്ള ഒരു ചിത്രം നമുക്ക് ഈ അപകടത്തെ സംബന്ധിച്ച് ലഭിക്കുക. നിലവിൽ ഏതായാലും ഈ വാഹനങ്ങളും ഈ റോഡിൽ നിന്നുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം വട്ടപ്പാറയിലാണ് KSRTC ബസ്സും ലോറിയും ഇടിച്ച് വാഹനാപകടം ഉണ്ടായിരിക്കുന്നത്. ഇരു വാഹനങ്ങളുടെയും ഡ്രൈവർമാർക്ക് ഗുരുതര പരിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ പരിക്കേറ്റ 20 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ പരിക്ക് സാരമായ പരിക്കാണെന്നാണ് ആതിര റിപ്പോർട്ട് ചെയ്യുന്നത്.